ഇനി എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്താൽ മതി. എനിക്കിവിടെയൊക്കെ നല്ല ഹോൾഡാ. ഞാനിവിടുത്തെ ഒരു ചെറിയ ദാതയാണെന്ന് കൂട്ടിക്കോളൂ. ശരി ശരി, നിങ്ങൾ അന്വേഷിച്ചോളിന്ന്. ഇനി കൂടുതൽ കിട്ടൂന്നുണ്ടെങ്കിൽ ചരക്ക് നിങ്ങൾ ഷായ്ക്ക് തന്നെ കൊടുത്തോളി. ആയിക്കോട്ടെന്ന്. ആ, നിങ്ങൾക്ക് എന്താ വേണോന്ന് പറഞ്ഞേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കുങ്കുമപ്പൂ. ആ, അതാണ്. അത് ഫസ്റ്റ് ക്വാളിറ്റി വേണോ സെക്കൻഡ് ക്വാളിറ്റി വേണോ? ഈ കാശ്മീരിലെ ചരക്ക് വേണോ ഫ്രാൻസിന്റെ വേണോ? ഭായ് ചോദിച്ചായിട്ടില്ലേ? വൈറ്റ് കുങ്കുമപ്പൂ. വൈറ്റോ? വൈറ്റ് എന്ന് വെച്ചാ വെളുത്തത്. ഭായ് വെളുത്ത കുങ്കുമപ്പൂ ഞാനിതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇത് ഇവിടെ കിട്ടുന്ന ആരാ പറഞ്ഞത്? ഞങ്ങളുടെ ഒരു ഫ്രണ്ടാ പറഞ്ഞത്. ഇയാളുടെ കൂടെ ചെന്നാ വാങ്ങിച്ചു തരും. ഈ ഹലാക്ക് പിടിച്ച സാധനത്തിന്റെ പേര് നമ്മുടെ കാതിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഈ പടച്ചോലിക്ക് നിരക്കാത്ത കച്ചവടം തെരുവിൽ നടത്തുന്നത് ആരാണ് കൃഷ്ണ? അയ്യോ ഞാനല്ല, എനിക്കൊന്നും അറിയാനും വയ്യ. ഇവിടെ എവിടെ കിട്ടുന്ന പറഞ്ഞത്? ഈ തെരുവിലെവിടെ കിട്ടുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. വന്നു കയറുന്ന ആളുകളെ സൽക്കരിച്ചേ നമുക്ക് ശീലമുള്ളു. അതുകൊണ്ട് പൊയ്ക്കോളി. കൃഷ്ണ, മേലിൽ ഇമാതിരി അറാം പറഞ്ഞ സാധനം വാങ്ങിക്കാനെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലുണ്ടല്ലോ, അന്റെ മയത്തി അറബിക്കടലായിരിക്കും. അത് ശരി. അപ്പൊ കുങ്കുമപ്പം എന്ന് പറഞ്ഞാൽ മറ്റേ മരുന്നല്ലേ? പിന്നെ എന്ത് വിചാരിച്ച്? ഒന്നും വിചാരിച്ചില്ല. അല്ല സിസ്റ്റേഴ്സ്, നിങ്ങൾ എന്ത് വിചാരിച്ച ഈ കറുത്ത പൂവിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്? സ്റ്റേജിൽ ഡാൻസ് ചെയ്യുമ്പോ കൂടുതൽ സ്റ്റാമിന കിട്ടാനുള്ള ഒരു മരുന്ന് ഇയാൾ വാങ്ങി തരാന്ന് പറഞ്ഞു. അത് കഴിച്ചിട്ട് പെർഫോം ചെയ്ത കുട്ടികൾക്ക് കലാതിലകം കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. അത് ശരി. ഓട്ടോ ഓട്ടോ പ്ലീസ്. എവന്റെ കൂടെ നടന്നാലേ നിങ്ങൾ തിലകമായി പോ. മനസ്സിലായില്ലേ? ഗോപി ഗോപി ചെല്ല, വീടിലേക്ക് പൊക്കോ. കേറിക്കോ. എവിടെ കേറുന്നു? നീ പോകാൻ പറ്റേ. നീയായിട്ട് എനിക്ക് അല്പം ഇടപാടുണ്ട്. കുങ്കുമപ്പൂ, ട്രിപ്പ്, പഫ്, പാവപ്പെട്ട പെൺകുട്ടികളെ നീ വഴിതെറ്റിക്കോ അല്ലേടാ? അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയോ? ഒരു വന്യജീവി എന്നെ ആക്രമിക്കുന്നതാ. അയ്യോ ചെയ്യല്ലേ. ഞാൻ വാങ്ങിച്ചത്. അതെ, നമുക്ക് എന്താ എന്താ പ്രശ്നം? ഫ്രണ്ടിന്റെ ഫ്യൂണറൽ എന്താ മനസ്സിലായില്ല? എന്ത് വേണമെങ്കിലും വിളിച്ചോ. ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കാതെ രക്ഷിക്കാൻ നോക്കണം. രാജു, ഇവന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്തേക്കും. വേണ്ട, ഇവനെ അടക്കം ചെയ്യണ്ട. ഇവനെ നമുക്ക് തന്തൂരി ഫ്രൈ ആക്കി ഫ്രൈ ചെയ്തില്ല. അത് വേണ്ട. ഇവനെ നമുക്ക് വൈദ്യശാലക്കാർക്ക് കൊടുക്കാൻ, രസായനം ഉണ്ടാക്കാൻ. അതും വേണ്ട. നമുക്ക് ഇവനെ വെള്ളത്തിൽ മുക്കി കൊല്ലാം. നമുക്ക് ഇവന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാലോ? വേണ്ട, കറുത്തു. എന്ത് ആസിഡ്? ഒന്നും വേണ്ട. ഇവന്റെ തല മുട്ട അടിക്കാം. ഗുഡ് മോർണിംഗ് ബോസ്. നിന്റെ അമ്മയുടെ ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? നീ വന്നേ. ഒന്ന് നോക്കൂ. എല്ലാം നീ അവതാളത്തിലാക്കും. എടി, പോലീസ് അറിഞ്ഞ ഒരു പ്രശ്നമില്ല. പക്ഷെ സലീം ഭായോ രവിശങ്കറോ അറിഞ്ഞാൽ ഇവിടുത്തെ കച്ചവടം തീരും. അതിനിവിടെ എന്ത് സംഭവിച്ചു? വെളുത്ത കുങ്കുമപ്പൂ അന്വേഷിച്ച് ബായിയുടെ അരികിൽ ചെന്നുപെട്ടവർക്ക് ശരിക്കുള്ള സ്ഥലം അറിയാൻ കഴിയാതെ പോയത് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ തൊലി ഉരിഞ്ഞ് അയാൾ നമ്മളെ നാട് റോട്ടിൽ നിർത്തിയേനെ. നമ്മുടെ സ്വന്തം ആളുകൾ കൂട്ടിക്കൊണ്ട് വരുന്നവർക്ക് മാത്രമേ ഇനി മുതൽ ഞാൻ സ്റ്റഫ് കൊടുക്കൂ. അത് തീർച്ച. ഏതായാലും ഈ പ്രാവശ്യം രക്ഷപ്പെട്ടല്ലോ. തീർത്തും രക്ഷപ്പെട്ടു കരുതണ്ട. നമ്മുടെ മറ്റു ബ്യൂട്ടി പാർലറുള്ളവരോടും ശ്രദ്ധിച്ചു നിൽക്കാൻ പറയണം. കോഫി ഷോപ്പും മറ്റു കച്ചവടവും ഉള്ളിടത്തോളം കാലം രവിശങ്കറും കൂട്ടരും ഇതേ തെരുവിൽ എപ്പോഴും കാണും. ഏത് നിമിഷവും നമ്മുടെ ബിസിനസ്സും അവരുടെ ശ്രദ്ധയിൽപ്പെടാം. പൊളിച്ചെടുക്കണ ഒരു സൈഡിന്. എന്നാലും അവന്മാർ ഇവിടുന്ന് ഒഴിഞ്ഞു പോകും. യെസ് യെസ്, യു സെഡ് ഇറ്റ്. இந்த இரும்பிருந்தா பிரேதம் ஒன்னும் செய்யல. ഇന്ന് ഈ പ്രേതത്തിന്റെ അന്ത്യം. നിന്നെ ഈ പരിസരത്ത് കണ്ടുവരുന്നെന്ന് പറഞ്ഞതല്ലേ? ഈ അവസ്ഥയിൽ ഞാൻ നാട്ടിൽ ചെന്ന് എന്നാരും തിരിച്ചറിയാം. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. പ്ലീസ്, എനിക്കും കൂടി ഒരു ജോലി. ഞങ്ങളുടെ മാനേജറായിട്ട് ജോലി ചെയ്യാമോ? ആഹാ, നീയായിരുന്നോ? തല്ലു കൊടുത്താലും പോവില്ലെന്ന് പറഞ്ഞ
ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും കേട്ടാ. നിങ്ങൾ എല്ലാവരും കൂടെ അവന്റെ തല മുട്ടടിച്ചത്. തൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്കട്ടെ. നീ ഇവിടെ നിന്ന് കേട്ടോ. താങ്ക്സ്. നിൽക്കുന്നൊക്കെ കൊള്ളാം. ഇവിടെ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ട്. അവരെ സ്വന്തം സഹോദരിയായിട്ടേ കാണാവൂ. കാണാം. താങ്ക്സ്. ഹലോ, തീപ്പെട്ടി ഉണ്ടോ? ഓർഡർ പ്ലീസ് സർ. നിങ്ങളുടെ ചീഫ് കുക്കിനെ ഒന്ന് വിളിക്കണമല്ലോ. ചീഫ് കുക്ക് ഇപ്പൊ വിളിക്കാം സർ. സെക്കൻഡ് ഷോ കഴിയുന്നതിന് മുമ്പേ എല്ലാം തീർക്കണോന്നാ. നേരത്തേക്കല്ലേ? പിന്നല്ലാതെ ഒന്നും ബാക്കി വെക്കണമെന്നല്ലേ മോളിന്ന് പറഞ്ഞേക്കണ. ഗുഡ് ഈവനിങ് സർ. ഞാൻ ബോംബെ കൃഷ്ണകുമാർ. പാചക കോഴ്സിൽ LLB എടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന പല കസ്റ്റമേഴ്സും ഇതേപോലെ നേരിട്ട് എന്നെ വിളിച്ച് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാറുണ്ട്. എനിക്ക് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയാം. തായ്, കൊറിയൻ, ഇറ്റാലിയൻ എല്ലാം അറിയാം. സാറിന് എന്താ വേണ്ടത്? വെടിയിറച്ചി കിട്ടോ? വെടിയോ? മാനിറച്ചി. അയ്യോ, കാട്ടുമൃഗങ്ങളെ കൊല്ലുന്ന കുറ്റകരമല്ലേ സാർ? എന്നാ ഒരു പ്ലേറ്റ് പന്നിയിറച്ചി എടുത്തോ. അതെ, ഇവിടെ പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട്. കുറച്ചു പേർക്ക് ഹറാമായതുകൊണ്ട് ഞങ്ങൾ അത് സെർവ് ചെയ്യാറില്ല. എന്നാ ഇവിടുന്ന് പന്നിയിറച്ചി കഴിച്ചിട്ടേ പോകൂ പന്നിയുടെ മോനെ. അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിച്ചൂടെ സാർ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ വിടിചേട്ടാ, ഞാൻ മാത്രമല്ല, ഇവിടെ സ്മാർട്ടായിട്ട് ഒരുപാട് പിള്ളേഴ്സ് ഉണ്ട്. അവര് പെരുമാറുവേ. ഒരെണ്ണത്തിനെ മിച്ചം വെച്ചേക്കരുത്. ശരി. അടിച്ച് പൊളിച്ചേക്കണം. ഗുണ്ടകൾ നമ്മുടെ ബാലിന്റെ കടലിൽ പൊളിക്കുന്നു.